ഹാറ്റൊക്കെ ഞാൻ കണ്ടു കേട്ടോ. അതില് റിപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അതുകൊണ്ടാണ്. ഞാൻ കാണുന്നുണ്ട്. വീട്ടിലെത്തിയോ? എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തണം. ഹലോ. ഹായ് ഷിജോ. ഹലോ. ഇങ്ങോട്ട് മഴ എത്തിയിട്ടില്ല. കാറ്റ് വരെയുണ്ട്. ഓക്കെ. വയനാട് എത്തിയോ? എന്നാ പിന്നെ ഉടനെ ഇങ്ങോട്ട് വരും. ഓക്കെ. ഞാൻ FSO കോഴ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. മൈസൂർ എവിടെയാ പഠിച്ചേ? ഞാൻ 2 വർഷം. ഓക്കെ. മൈസൂർ യൂണിവേഴ്സിറ്റി. ഓക്കെ. ഞങ്ങക്ക് ക്ലാസ് സ്റ്റാർട്ടായി മീൻസ് നോർമൽ ടൈം ടേബിൾ ഓൺലൈൻ ക്ലാസ് തുടങ്ങി. അപ്പൊ വീട്ടിൽ പോയ കുട്ടികള് ഇന്നും ഇന്നലെ ആയിട്ട് കുറെ പേര് വന്നു തുടങ്ങി. അപ്പൊ അവർക്ക് 7 ദിവസം ക്വാറന്റൈൻ കൊടുത്തേക്കാണ്. അത് കഴിഞ്ഞ് ഞങ്ങക്ക് ക്ലാസ്സിൽ പോയി തുടങ്ങണം. അപ്പൊ ആ 7 ദിവസത്തേക്ക് രാവിലത്തെ ടൈം ടേബിളില് ഓൺലൈൻ ക്ലാസ്. അതായത് സയന്റിസ്റ്റ് ഒക്കെ നമ്മുടെ കോളേജിൽ വരും. അവരവിടെ നിന്ന് നമുക്ക് ഓൺലൈൻ ക്ലാസ് തരും. അപ്പൊ വീട്ടിൽ പോയ കുട്ടികളൊക്കെ ഇപ്പം വന്നു. ഇന്നലെ ഇന്നും ഒക്കെ ആയിട്ട് കുറച്ച് പേര് വന്നു. അവരെ ക്വാറന്റൈനിൽ ഇരുത്തിയേക്കാണ്. ഓക്കെ. ഹലോ എവ്രി വൺ. സോ ബാച്ച് കോഴ്സിൽ ഞാനുണ്ട്. ഞാൻ ബാച്ച് കോഴ്സിലുണ്ട്. എനിക്ക് നാട്ടിൽ പോകണമെന്ന് വലിയ ആഗ്രഹമാണ്. ഞാൻ ഇവിടെ നമ്മുടെ ചോറും കറിയും കുറച്ച് മീൻകറിയൊക്കെ കഴിക്കണം. ഞാൻ 6th തൊട്ടാണ് ഷെഡ്യൂൾ കൊടുത്തിരിക്കുന്നത്. പക്ഷെ അടുപ്പിച്ചല്ല കേട്ടോ. ഒരു ദിവസം ഇടവിട്ടൊക്കെ ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ക്ലാസ് കൊണ്ട് ഞാൻ പോർഷൻസ് ഫുൾ തീർക്കാൻ നോക്കാം. രാത്രി ഞാൻ 9:30 ആണ് ടൈം കൊടുത്തിരിക്കുന്നത്. കുഴപ്പമില്ലല്ലോ. കാരണം രാവിലെ തൊട്ട് ഉച്ച വരെ എനിക്ക് എന്തായാലും ക്ലാസ് ഉണ്ട്. അപ്പൊ ഞാൻ 9:30 തൊട്ട് 10:30 വരെയാ ടൈം കൊടുത്തേക്കുന്നത്. ഓക്കെ. ഞാൻ സിലബസ് നോക്കി അതിൻ്റെ അകത്തുള്ള ഓൾമോസ്റ്റ് കുറെയൊക്കെ നമ്മൾ കഴിഞ്ഞ മറ്റേ കോഴ്സിൽ ഞാൻ മിൽക്ക് സ്റ്റാൻഡേർഡ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. ബാക്കി ഇല്ലാത്ത പോർഷൻസ് എടുക്കാം. പുതിയ FSO ബാച്ച് അവർ ഇന്നലെ എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു. സോ എല്ലാരും ജോയിൻ ആയെങ്കിൽ ലെറ്റ് us സ്റ്റാർട്ട്. ജൂൺ 5-നാണ് തുടങ്ങുന്നേ പറഞ്ഞ്. ഞാൻ 6th തൊട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. സോ വിൽ സ്റ്റാർട്ട് ഫോർ ടുഡേ. 1 month കോഴ്സ് ഐ തിങ്ക് സോ. പക്ഷെ എന്റെ ക്ലാസ് 1 month ഇല്ല. ഐ വിൽ ഫിനിഷ് ഓഫ് വിത്ത് few classes. You can see other schedule also. ബാക്കിയുള്ളവര് എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. Okay. So people are again joining. So today's topic നിങ്ങളുടെ സിലബസിൽ ഷെഡ്യൂൾ ഇട്ടിട്ടുണ്ടോ? You have to see. I have given my schedule. നിങ്ങൾക്കത് പബ്ലിഷ് ആയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഹലോ. then they may publish it soon by tomorrow. 5-ാം തീയതി അല്ലേ തുടങ്ങുന്നത്. അപ്പൊ നാളെയെങ്കിലും തരുമായിരിക്കും.
Good evening. Okay. So in that topic, so you have been seen that in your syllabus there is a topic regarding beverages, right? Beverages, you have to learn. Other educators, I am not familiar with anyone in Kerala PSG. You have to see. Sorry. Okay. So in beverages, as per the syllabus, you have to learn basically on beverages, tea, coffee, and cocoa, and little bit about alcoholic beverages. So for those who are not from food background, I will give you a brief idea of what is in food industry, what we generally discuss regarding beverages, and what are the common objective aspect of view regarding this thing, coffee, tea, and other alcoholic beverages. Okay. വളരെ കുറച്ചേ ഉള്ളൂ. We'll cover it. You don't want to learn in detailed procedure, process, anything, but standouts all I have included. So the contents include basic classification of beverages, tea, coffee, cocoa. Cocoa very little only. The cocoa generally അങ്ങനെ ചോദിച്ച് കണ്ടിട്ടേ ഇല്ല. So I have added very little. Then alcoholic beverages, their classification, ethyl alcohol content, and beer, manufacture of beer, certain points to be remembered in case of beer and wine. So ഓരോ ടോപ്പിക്കിലും നോട്ട്സ് ആയിട്ടുള്ള പോയിന്റ് വൈസ് I have given after that slides only, okay, not at last. So classification of beverages, first of all, natural and synthetic. It is based on the ingredients used. If you are completely using natural ingredients, then we call it as natural. If you use synthetic colors and synthetic syrups, we call it as synthetic. Then second one, carbonated and non-carbonated. It depends upon whether we are carbonating it. The carbonated beverages we call Miranda, Pepsi, all are carbonated. Non-carbonated ones, this Masa juice, it is non-carbonated. Then alcoholic and non-alcoholic. See, alcoholic beverages are this Pepsi, Coca-Cola. Non-alcoholic ones are Pepsi, Coca-Cola, etc. And alcoholic ones are beer, wine, whiskey, everything are alcoholic beverages. Hot and cold, it depends upon how we serve it. Like hot coffee, cold coffee. Just that is the difference. Stimulating and non-stimulating. Stimulating ones like tea, coffee, etc. It contains caffeine, which is a stimulating agent. Non-stimulating ones, all other juices and drinks. All are joining now. So is it clear classification? From our day-to-day example, you can get examples ഞാൻ ആഡ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചാൽ അറിയാം എക്സാമ്പിൾസ്. നമ്മൾ കാണുന്നതാണ് പെപ്സി, കൊക്കോകോള, മാസ, ബിയർ, എവറിഥിങ്. ക്ലിയർ? From that word itself we'll get. ക്ലാസ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട്. Okay. So this is a general classification to have an aware. So first we'll move to tea. You have to learn the scientific name of tea, Camellia sinensis. Tea contains polyphenols to 33% and caffeine of 5%. Where in the composition of tea, several other. No, we have just started it. We have just started with the classification of beverages. These are the classification of beverages based on the ingredient, carbonation, alcohol content, stimulation, and temperature. Okay. So first of all, we'll move to tea. Tea is there in your syllabus. So you have to learn the scientific name of tea. Then polyphenols. In the basic composition of tea, several other factors are there like ash, insoluble ash, all. So the important ones only I have given because we cannot remember all of a sudden every values. So polyphenols are more in tea. It accounts to 33% and caffeine content is 5%.
As per FSSA, tea is defined like this. I think I don't want to read the definition. Anyway, tea means tea other than Kangra. Moisture content is also not that important. Because tea we are getting as tea powder, no, dried one. So that moisture content will be 4 or 5. No one will ask the moisture content because we are mixing it with water and we are making, no. Tea means tea other than Kangra tea obtained by acceptable processes exclusively from the leaves, buds and tender stems of plant of the plant name is Camellia sinensis. So just remember that this is the basic definition given in FSSA. It may be either in the form of black tea or oolong tea. So based on the origin or geographical classification, tea is classified into China tea and Assam tea. Only the variety like species variant varies. Camellia sinensis, var sinensis for China tea and Camellia sinensis, var assamica for Assam tea. Clear? Is it stuck for anyone? Okay, clear. So just learn the scientific name of tea. Now we'll see on processing of tea, what are the additional things we can add? As per FSSA, we can add pectinase enzyme up to a level of 0.2 percentage. Clear? Because pectinase enzyme will help to break the protein molecules and release the enzymes and reduce the haziness and increase clarity. So pectinase enzyme can be used as per as FSSI up to 0.2 percentage. Also iron filling not more than 250 ppm. These are the two things which are permitted by FSSA to be added in tea. Pectinase enzyme as a processing aid to maximum 0.2 percentage and iron filling to maximum 250 ppm. Okay. So in FSSA definition, tea means other than Kangra tea they have mentioned. So generally Kangra tea is the tea which is obtained from Kangra villages of Himachal Pradesh. Generally if you mention tea, it will not include Kangra tea. Clear? All other variety except Kangra tea as per FSSA. It is not an adult trend. Iron source. Any source of, not the metal iron, any source of iron can be added to maximum of 250 pp. So green tea is classified as green tea, black tea, brick tea and instant tea, different varieties. Is voice breaking for anyone? Second, I will refresh once. Okay. So the ferment, not green tea means the tea which is not fermented, whereas black tea means it is fermented tea. Brick tea means these are tea which are compressed in the form of bricks or cakes, and whenever they wanted to make tea, they will take pieces of that bricks and add to the milk. Instant tea means we are extracting the water soluble part of the tea leaf so that we can instantly add water or milk and make the tea. That is instant tea. Clear? So the fermented tea is called as black tea and the non-fermented tea is called as green tea. Oolong tea means partially fermented tea. Okay. So instant tea means water soluble extract of tea leaf is called as instant tea. So this is the process of tea manufacture or tea processing procedure. First of all, withering process. Withering process means a portion or
a kind of drying where the moisture content of the tea leaves is reduced. After withering, we go for rolling, where the tea leaves are twisted and the enzymes are taken out. After rolling, we keep it for fermentation. After fermentation, we again dry it, grind it into different particle sizes, and it is graded based on the particle size as fine, dust, like that. Different grades are there, followed by packing and distribution. So rolling, I have told you, rolling is a unit operation in tea processing, right? In one of the classes, I have given you a table that rolling is a tea unit operation in tea processing. So rolling has got two methods of rolling, orthodox method and CTC method. CTC you might have seen in many places. So CTC is a method of rolling in case of tea processing. CTC means crush, tear and curl. In orthodox method, it is like uh, just we are twisting and squeezing, whereas in CTC method, 3 steps are there: first cut, second cut and third cut. First cuttil coarse particle ഉണ്ടാവും, second cuttil fine particle and third cuttil super fine particles ഉണ്ടാവും. That is a CTC method. Clear? So അറിഞ്ഞിരിക്കുക, ഈ CTC മെത്തേഡും ഓർത്തഡോക്സ് മെത്തേഡും റോളിംഗിന്റെ 2 types ആണ്. And it is regarding the processing of tea. The full form of CTC is crush, tear and curl. I think you might have seen orthodox and CTC in some question papers or some notes. So learn it is regarding to rolling of tea leaves. Okay. So withering means just withering എന്ന് പറഞ്ഞാൽ നമ്മൾ tea leaves ഒരു നെറ്റ് പോലത്തെ പെർഫറേറ്റഡ് സർഫസിൽ നിരത്തിയിടും. എന്നിട്ട് അത് താഴെ നിന്ന് ഹോട്ട് എയർ കൊടുത്ത് ഡ്രൈ ചെയ്യും. ഡ്രൈ ഫുൾ അല്ല, കുറച്ച് മോയ്സ്ചർ കണ്ടന്റ് കുറയ്ക്കും. റോളിംഗ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഈ ഡ്രൈ ചെയ്ത ലീവ്സിനെ നമ്മൾ റോളേഴ്സിന്റെ ഇടയ്ക്ക് വെച്ച് ട്വിസ്റ്റ് ചെയ്ത് അതിലെ എൻസൈംസ് പുറത്തെടുക്കും. അതിനുശേഷം ഫെർമെന്റ് ചെയ്യാൻ വെക്കും. ദീസ് എൻസൈംസ് ഹെൽപ്പ് ഇൻ ഫെർമെന്റേഷൻ. പിന്നെ ഫെർമെന്റ് ചെയ്ത സാധനം നമ്മൾ ഡ്രൈ ചെയ്യും. ഡ്രൈ ചെയ്ത് അത് പൊടിക്കും. പൊടിക്കുമ്പോൾ ഡിഫറെന്റ് ഗ്രേഡ് ആയിട്ട് പൊടിക്കും. തീരെ ഫൈൻ ആയിട്ടുള്ളതിനെ നമ്മൾ ഡസ്റ്റ് ഗ്രേഡ് എന്ന് പറയും, കോഴ്സ് ഗ്രേഡ്. അങ്ങനത്തെ നമുക്ക് ചായപ്പൊടി തന്നെ തേയില പല വലുപ്പത്തിൽ കിട്ടില്ലേ, അതാണ് കാര്യം. അതിനുശേഷം അതിന്റെ വലുപ്പം അനുസരിച്ച് അത് ഗ്രേഡ് ചെയ്ത് പാക്കിംഗ് ആൻഡ് സ്റ്റോറേജ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഈ ടേംസ്, അതായത് വിതറിങ്ങും റോളിങ്ങും ടീ പ്രോസസ്സിംഗിൽ വരുന്ന കാര്യമാണ്. പിന്നെ റോളിംഗിന്റെ 2 മെത്തേഡ്സ് ആണ്, ഓർത്തഡോക്സ് മെത്തേഡും CTC മെത്തേഡും. CTC's full form is crush, tear, curl. Then these are the bioactive compounds present in tea. In green tea, epicatechin, epigallocatechin, gallate. Catechin എന്ന term കേൾക്കുമ്പോൾ it will be in green tea. In black tea, it is converted into, that is, black tea is fermented tea, right? Green tea is not fermented. So അതായത് റോ മെറ്റീരിയലിൽ എപ്പികാത്തക്കിൻ അല്ലെ എപ്പിഗാലോകാത്തക്കിൻ ഗാലേറ്റ് ഉണ്ടാകും. ഫെർമെന്റേഷൻ വഴി ഇത് തിയാഫ്ലാവിൻ അല്ലെ തിയാറുബിജിൻ ആയിട്ട് മാറും in black tea. So the phenolic compounds in green tea are catechins, and in black tea are theanine or theaflavin and thiarubicin. You have to learn this name, especially EGCG. EGCG is the bioactive compound found in green tea. And thiaflavin and thiarubicin are found in black tea. Clear? Have you seen these words? So the quality of tea is also dependent upon thiaflavin and thiarubicin. So basically you learn about tea, these things. So tea is a small topic in your syllabus, so this much is enough, I think. Tea, Camellia sinensis is the scientific name. It contains much amount of polyphenols of 33%. Caffeine content is tea is 5, and the FSSA definition. It excludes Kangra tea. Kangra tea is tea which is found in Kangra village of Himachal Pradesh. Then
China tea and Assam tea is two geographical varieties. In tea, as a processing aid, it is permitted to add pectinase enzyme and iron filling. So the fermented tea is black tea, non-fermented one is green tea. Then brick tea and instant tea, it's not that important, but water soluble extract is instant tea. So this is the processing, tea processing, withering, rolling, fermentation, drying and grading. So rolling in the two steps on orthodox method and CTC method. CTC is crush, tear, curl. Have you seen ഏതെങ്കിലും tea processing plant visit ചെയ്തിട്ടുണ്ടോ? മൂന്നാറിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. കാണാൻ ദേവൻ ഓക്കെ. ഊട്ടിയിലും ഉണ്ട്. So these are the polyphenols in green tea. Epicatechin, Harrison, epigallocatechin and gallate, EGCG ഓർക്കുക. പിന്നെ ബ്ലാക്ക് ടീയിലുള്ളത് തിയാഫ്ലാവിൻ ആൻഡ് തിയാറുബിജിൻ. So next one, coffee. So coffee is two variety is usually used in food industry, coffee arabica and coffee robusta. Coffee arabica contains a caffeine content of 1.2% and coffee robusta 1.4%. So moisture content in coffee as per FSSA, raw അതായത് roasted coffee moisture content should be maximum 5%, caffeine minimum 1%. These are FSSA regulations. Clear? Powder milk powder moisture content എത്രയായിരുന്നു? Whole milk powder. Do you remember? 5. So in coffee also it's 5. So these are the FSSA definitions. Coffee means the dried seeds of coffee arabica, coffee liberica, coffee excelsa or coffee robusta with their husk removed. Then roasted coffee means properly cleaned green coffee which has been roasted to a brown color and has developed its characteristic aroma. These are just definition I've given. Ground coffee means the powdered products obtained from roasted coffee only and shall be free from husk. ഇത് മാത്രം ശ്രദ്ധിക്കുക. Ground coffee എന്ന് പറഞ്ഞാൽ it is a powdered product only from roasted coffee, not from green coffee. Roasted coffeeയുടെ powder form ആണ് ground coffee എന്ന് പറയുന്നത്. ഈ ground coffeeയിലെ moisture content ആണ് I have given maximum 5%. Caffeine content minimum 1%. അപ്പൊ ടീയിലാണോ കോഫിയിലാണോ കഫൈൻ കണ്ടന്റ് കൂടുതൽ? ഏതിലാ? ടീയിലാണ് കേട്ടോ കഫൈൻ കണ്ടന്റ് കൂടുതൽ. 5% ഉണ്ട്. Generally, we have an think that coffee contains more caffeine content. So chicory. Chicory, have you heard of what is chicory? ഇനി നിങ്ങൾ കാപ്പിപ്പൊടി പാക്കറ്റ് എടുക്കുമ്പോഴത്തേക്ക് നോക്കിയാൽ മതി. chicory is a root. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന കോഫി മോസ്റ്റ്ലി ഇറ്റ് ഇസ് കോഫി ചിക്കറി മിക്സ്ചർ ആണ് കേട്ടോ. So chicory means it is a root extract of plant Chicorium intibus-lin. Clear? In coffee chicory mixture, no need to see this definition. കോഫിയിലെ അഡൾട്രന്റ് അല്ല, ഇറ്റ് ഈസ് പെർമിറ്റഡ് ഇൻ കോഫി. അതായത് കോഫി ചിക്കറി മിക്സ്ചർ ആണ് കോഫി എന്ന പേരിൽ നമുക്ക് കൂടുതലും കിട്ടുന്നത്. FSSA റെഗുലേഷൻ അനുസരിച്ച് അത്തരം മിക്സ്ചറിൽ മിനിമം 51% കോഫി ഉണ്ടായിരിക്കണം എന്നാണ്. ബാക്കി 49 ചിക്കറി ആവും. മനസ്സിലായോ? Chicory is cheap compared to coffee and there is no caffeine content in chicory. So coffee packet le nokka chicory percentage they might have written. So അങ്ങനെ chicory coffee chicory mixture ആണെങ്കിൽ
chicory added to coffee is അപ്പൊ coffee chicory mixture അങ്ങനെ വരുമ്പോ maximum 49% വരുള്ളൂ. Understand, chicory added to coffee is കാരണം coffee chicory mixtureൽ minimum 51% കോഫി വേണം. അപ്പൊ മാക്സിമം 49% വരെ ചിക്കറി ആഡ് ചെയ്യാൻ പാടുള്ളൂ. കൂടുതലാണെങ്കിൽ അഡൾട്രന്റ് ആണ്. അത് അഡൾട്രന്റ് അല്ല, ചിക്കറി ഈസ് അഡിക്റ്റീവ്, ഫുഡ് അഡിക്റ്റീവ് ആണ് കോഫിയിലെ, അഡൾട്രന്റ് അല്ല. ബട്ട് ഈ പെർസെന്റേജിൽ എക്സീഡ് ചെയ്യാൻ പാടില്ല. അതായത് കോഫി പൗഡർ ആയിട്ട് നമ്മൾ കഴിക്കുമ്പോൾ അതിൽ 51% എങ്കിലും കോഫി വേണം. ചിക്കറി അല്ല കൂടുതൽ വേണ്ടത്, കോഫിയാണ്. So these are the astringency in coffee. These are the points to be remembered regarding coffee. Sorry. Caffeine ആണ് bitterness കൊടുക്കുന്നത്. See, in coffee, bitterness is contributed by caffeine and astringency is contributed by chlorogenic acid. Clear? These are the two questions I have seen regarding. So, coffee astringence is due to chlorogenic acid and bitterness is due to caffeine. Tannins not much. Mainly bitterness കൊടുക്കുന്നത് caffeine ആണ്, but it has a little role. നമുക്ക് prominent ആയിട്ട് പറയാൻ പറ്റില്ല. Tannins are seen in tea, most of the products. It is a polyphenol. So astringency means, did you understand what is astringency? That is like dryness we feel, no? സ്മെൽ അല്ല. അസ്ട്രിൻജൻസി പറഞ്ഞ നമുക്ക് ഒരു ഡ്രിങ്ക് കുടിച്ചു കഴിയുമ്പോഴത്തേക്ക് ഒരു ത്രോട്ടിൽ ഒരു ഡ്രൈനെസ് തോന്നും. ഇപ്പൊ നമ്മൾ കൊക്കക്കോള ഒക്കെ കുടിച്ച് ഒരു കവള് കുടിച്ചു കഴിയുമ്പോൾ നമുക്ക് വീണ്ടും കുടിക്കാൻ തോന്നുന്നില്ലേ? പിന്നെയും കുടിക്കാനുള്ള ഒരു ടെൻഡൻസി വരില്ല. ഒരു സെൻസറി അട്രിബ്യൂട്ട് ആണ് അസ്ട്രിൻജൻസി. ആ ഡ്രൈനെസ് അവിടെ ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ വീണ്ടും കുടിക്കുന്നത്. ഇപ്പൊ മിറണ്ട ഒക്കെ കുടിക്കുമ്പോഴത്തേക്ക് നമുക്ക് വയറ് ഫുൾ ആകുമ്പോഴേ നമ്മൾ നിർത്തത്തുള്ളൂ. പക്ഷെ സ്റ്റിൽ അവർ ത്രോട്ട് നീഡ്സ് ദാറ്റ്. ആ സെൻസിനാണ് അസ്ട്രിൻജൻസി എന്ന് പറയുന്നത്. That is due to chlorogenic acid and bitterness is due to caffeine. Then two varieties are there: monsoon coffee, Indian coffee or Malabar coffee. കേരളം കർണാടകയിലൊക്കെ കാണുന്നതാണ്. Indian coffee is called as monsoon coffee. Espresso coffee is Italian coffee. Clear? So this is regarding cocoa. Cocoa, I have added only this one slide. I have not seen much questions regarding cocoa. Just the scientific name of cocoa is Theobroma cocoa. Have you seen more questions in cocoa? Very few I have seen. So Theobroma cocoa. Then there are three main varieties in commercial point of view: Forastero, Criollo, and Trinitario. Most common one is Forastero, and most rarely one is Criollo. Clear? So cocoa bean processing, I think we don't want to learn the processing of cocoa. Cocoa same as a cocoa beans edukka, dry cheya, roasting, grinding. That's it. Clear? So is tea clear for you? ടീക്കകത്ത് പോളിഫിനോൾസ് ആണ് കൂടുതൽ. കമേലിയ സൈനൻസിസ് പേര് പഠിക്കുക. ബ്ലാക്ക് ടീ, green tea difference which is fermented, which is non-fermented. Then the bioactive compounds in green tea is EGCG, whereas in black tea it is converted to theaflavin and thearubicin. Then when we come to winnowing എന്ന് പറഞ്ഞാൽ ഇത് വിന്നോയിങ് ഓക്കെ, വിന്നോയിങ് എന്ന് പറഞ്ഞാൽ കൊക്കോ നിറ്റ്സ് ഉണ്ടല്ലോ, നമ്മൾ പാറ്റത്തില്ലേ, ദാറ്റ് ഇസ് വിന്നോയിങ്. കൊക്കോ നിറ്റ്സ്, ഇത് കൊക്കോയുടെ ഷെല്ല് ഹസ്ക് റിമൂവ് ചെയ്യുന്നതാണ് വിന്നോയിങ് പ്രോസസ്.
It is different from withering. Clear? ആ പാത്തുന്ന പോലെ ആ ഡെൻസിറ്റി ഡിഫറൻസ് വെച്ച് ഹസ്ക് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് വിന്നോയിങ്. ഫോറസ്റ്റീറോ ആണ് മോസ്റ്റ് കോമൺലി കാണുന്നത്. ഹൈ ക്വാളിറ്റി വൺ ക്രയോളോ. വിതറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ തേയില ടീ ലീവ്സ് പറിച്ചിട്ട് അത് ഒരു നെറ്റ് പോലെയുള്ള ഒരു സർഫസിൽ എന്താ സ്പ്രെഡ് ചെയ്തിടും. എന്നിട്ട് അതിന്റെ താഴേന്ന് ഹോട്ട് എയർ കൊടുത്ത് ആ തേയില ഇലയുടെ മോയ്സ്ചർ കണ്ടന്റ് റെഡ്യൂസ് ചെയ്യുന്നതാണ് വിതറിംഗ്. Understand? Cocoa oil caffeine content, I think it's there but very little. I didn't see the standards in FSSA. വാടാൻ വെക്കുന്നതാണ് വിതറിംഗ്. വെരി ലിറ്റിൽ കഫൈൻ കണ്ടന്റ്. ഏറ്റവും കൂടുതൽ ടീയിലാണ്, പിന്നെ കോഫി. So in cocoa you have to learn the two sorry, not in cocoa, coffee. Chocolate content in cocoa. We cannot say like that because we are making chocolate from cocoa. അങ്ങനെ ക്വസ്റ്റ്യൻ വരില്ല. So we'll move to alcoholic drinks. Cocoa sweating ഞാൻ കേട്ടിട്ടില്ല. I will see and say. ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. I have not heard of cocoa sweating. Okay. So this much is clear, right? In your syllabus, this tea, coffee and cocoa is there. ഇതിന്റെ മൂന്നിന്റെ സയന്റിഫിക് പേര് പഠിക്കുക, വെറൈറ്റീസ് പഠിക്കുക, പിന്നെ കുറച്ച് കോഫി കഫൈൻ കണ്ടന്റ്, മോയ്സ്ചർ കണ്ടന്റ്, polyphenols, പിന്നെ thiaflavin, thiarubicin, phenolic names. That much only. So we'll move to alcoholic drinks. So as per FSSA, every alcoholic drink should have this label. Consumption of alcohol is injurious to health. Be safe, don't drink and drive. I think you know. In the size, it should not be less than 3 millimeter. E-writing, bottle e-writing should not be less than 3 millimeter. തീരെ കുനുകുനാന്ന് എഴുതരുത്. So which all alcoholic drinks you know? Let me see who all answers. ആരും മിണ്ടുന്നില്ലല്ലോ. Wine. Hi. Okay, so we'll alcoholic drink plant അല്ലെങ്കിൽ whiskey plant, brandy plant or distillation unit ഒക്കെ have you visited? Oh, you know a long list. Okay. അതൊരിക്കൽ കാണണം കേട്ടോ, അടിപൊളിയാണ്. ഞാൻ ഇവിടെ അമൃത് ഡിസ്റ്റിലറീസ് കേട്ടിട്ടുണ്ടോ? പ്രീമിയം ബ്രാൻഡ് വിസ്കി ബ്രാൻഡി ഒക്കെയാണ്. മോസ്റ്റ്ലി ഇന്ത്യയിൽ കുറവാണ്. ഇറ്റ് ഇസ് ഫോർ എക്സ്പോർട്ടിംഗ്. I have visited Amrit Distillery plant in Bangalore. It was a very good experience. First time I visited. So these are the FSSA definitions you have to know. Have you heard alcohol by volume? Amrit. Alcohol by volume, alcohol by proof. So these are the words you have to name, you have to study regarding alcoholic drinks. These are written in FSSA. So alcohol by volume means ethyl alcohol or ethanol content in an alcoholic beverage expressed as percentage.
Overproof, underproof alla. That is in bakery, right? Of total volume. So alcohol അതായത് ടോട്ടൽ വോളിയത്തിന്റെ വോളിയം പെർസെന്റേജ് ഓഫ് എഥനോൾ കണ്ടന്റ് അല്ലെ ഈഥൈൽ ആൽക്കഹോൾ കണ്ടന്റ് ആണ് ആൽക്കഹോൾ ബൈ വോളിയം എന്ന് പറയുന്നത്. So as per FSSA, alcohol beverage means a beverage or a liquid or a brew containing more than 0.5% alcohol. Okay. Okay, in pharmacy you will have. So ഇത് FSSA അനുസരിച്ച് ആൽക്കഹോൾ ബിവറേജ് എന്ന് വിളിക്കണമെങ്കിൽ മിനിമം ആൽക്കഹോൾ കണ്ടന്റ് എത്ര വേണം? 0.5%. Clear? 0.5% should be there. So beer ആണോ വൈൻ ആണോ ആൽക്കഹോൾ കണ്ടന്റ് കൂടുതൽ? Beer or wine? Wine. Okay. So alcohol by proof means 1.75131 times the ethanol content in an alcohol beverage by volume. അതായത് ആൽക്കഹോൾ വോളിയത്തിന്റെ 1.75 ടൈംസ് എത്രയാണോ ദാറ്റ് ഈസ് ആൽക്കഹോൾ പ്രൂഫ്. ആൽക്കഹോൾ പ്രൂഫ് ആണ് ഇൻഡസ്ട്രിയലി യൂസ്ഡ് ടേം ഫോർ റെപ്രസെന്റേഷൻ ഓഫ് ആൽക്കഹോൾ കണ്ടന്റ്. അതായത് ഇൻഡസ്ട്രിയൽ യൂസേജ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് എൻ ഏജ് ഓൾഡ് ടെക്നിക് ഫ്രം യൂറോപ്പ്. ദേ ആർ മെൻഷനിങ് ലൈക്ക് സി ഓൾഡ് ബോട്ടിൽസിൽ 80 പ്രൂഫ് എന്ന് എഴുതും. 80 proof means 40% alcohol ആണ്. Understand? 1.7 എന്ന് പറഞ്ഞാൽ around 2 right, double. Did you understand what is alcohol proof? അതായത് ഇപ്പൊ നിങ്ങൾക്ക് alcohol by volume means there is only 20% alcohol. 20% alcohol ആണ് by volume. പക്ഷെ അത് പ്രൂഫിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ it will be 40 proof. 40 ഞാൻ റൗണ്ട് ചെയ്ത് പറഞ്ഞതാണ് കാരണം 1.7 is almost related to 2. അല്ലെങ്കിൽ 20 multiplied by 1.7. Clear ആയോ? This is also given in FSSA. Double agum ennalla. In foreign countries it is double. In India it is 1.75 times. Alcohol proof is equal to 1.75 into alcohol by volume. ABV into 1.75 ആണ് alcohol proof. മനസ്സിലായോ? See ഈ ലേബലിൽ കണ്ടോ 40% alcohol means 80 proof. If in India it is 42% alcohol, it will be around like 75 proof. That represent ഒരു industrial. It is like in age old time from Europe they used to represent it in this term. So the alcohol ആയിട്ട് related ആയിട്ടുള്ളതാണ് മനസ്സിലാക്കുക. വേറെ proofing ഉണ്ട് അത് ബേക്കറിയിലെയാണ് fermentation proofing. Have you heard of that? This is alcohol proof അല്ലെ alcohol by proof അങ്ങനെയാണ് അറിയപ്പെടുന്നത്. യൂണിറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അന്ന് തൊട്ട് ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ആർബിട്രറി ആയിട്ട്. ക്ലിയർ? There is no particular reason for that. If you read the history, you will know how it is. So FSSA has also accepted it and this is given in FSSA. നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ് just be familiar with these things. Alcohol by volume and alcohol by proof. And see this number. So this is the beer manufacturing procedure. So beer is prepared from barley. Clear? So we'll collect the cereals of barley, then we'll keep for partial germinating. After germinating, what we get is called as malt. I'll give the details in the next slide. After malting, we'll go for milling. Then mashing. Mashing means adding hot water and boiling it. Lutering means separating the grains and the clear liquid. Then to that clear liquid is called as wort. To that wort we'll be adding hops.
ഹോപ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? ഹ്യൂമുലോൺസ് ആൻഡ് ലൂപ്പുലോൺസ് ഉള്ള ഹ്യൂമുലസ് ലൂപ്പുലസ് പ്ലാന്റ്സിന്റെ ഫ്ലവർ ആണ് ഹോപ്സ്. That will be added, then followed by cooling, and we'll keep for fermentation and yeast addition. Yeast add ചെയ്തിട്ട് ferment ചെയ്യാൻ വെക്കും. അതിനുശേഷം we'll keep for maturation and conditioning, then followed by bottling and packaging. Clear? ബിയർ പ്രോസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബിയർ ഗ്രെയിൻ, അതായത് ബാർലി അല്ല ഏത് സിറിയൽ ആണോ ആ സിറിയൽ എടുക്കും. യൂഷ്വലി ബാർലി ആണ് ബിയറിന്റെ ബേസ്. എന്നിട്ട് ഈ ബാർലിനെ നമ്മൾ പാർഷ്യലി ജെർമിനേറ്റ് ചെയ്യാൻ വെക്കും. ആ പാർഷ്യൽ ജെർമിനേറ്റഡ് ബാർലിക്കാണ് മാൾട്ട് എന്ന് പറയുന്നത്. ഈ മാൾട്ടിനെ വീൽ മിൽ ഓർ ഗ്രൈൻഡ് ഇറ്റ്. മാൾട്ടിംഗ് മീൻസ് പാർഷ്യൽ ജെർമിനേഷൻ അല്ലെ പാർഷ്യൽ സ്പ്രൗട്ടിംഗ്. യെസ്, മാൾട്ടഡ് ബിവറേജസ് സെപ്പറേറ്റ് വരും. ആ മാൾട്ട് ചെയ്ത സാധനത്തിന് വീൽ ഗോ ഫോർ മില്ലിംഗ്, ഗ്രൈൻഡ് ചെയ്യും. ആഫ്റ്റർ മില്ലിംഗ് നമ്മൾ അതിൽ ഹോട്ട് വാട്ടർ ആഡ് ചെയ്ത് ബോയിൽ ചെയ്യും. അതിനാണ് മാഷിംഗ് എന്ന് പറയുന്നത്. ആഫ്റ്റർ മാഷിംഗ് ഈ സിറിയൽസും, അതായത് ഈ ബാർലി ഗ്രെയിനും അതിന്റെ മേളിൽ വന്നിരിക്കുന്ന സെപ്പറേറ്റ് ആ ലിക്വിഡും നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കും. അപ്പൊ മേളിൽ വരുന്ന ലിക്വിഡിനാണ് വോട്ട് എന്ന് പറയുന്നത്. ടു ദാറ്റ് വോട്ട് വീൽ ആഡ്, ഈ വോട്ടിലേക്ക് നമ്മൾ ഹോപ്സ്, ആ ഫ്ലവർ ഹോപ്സ് ആഡ് ചെയ്യും. അതിനുശേഷം വി വിൽ കൂൾ ഇറ്റ്. പിന്നെ അതിൽ ഈസ്റ്റ് ആഡ് ചെയ്ത് ഫെർമെന്റ് ചെയ്യാൻ വെക്കും. പിന്നെ മച്ചുറേഷന് വർഷങ്ങളോളം വെക്കും, അല്ലെ മാസങ്ങളോളം, ഇറ്റ് ഡിപ്പെൻഡ്സ്. അങ്ങനെയാണ് ബിയർ ഉണ്ടാക്കുന്നത്. ക്ലിയർ? ബിയർ പ്രോസസ് മനസ്സിലായോ? വോട്ട് ആഡ് ചെയ്ത് ബോയിൽ ചെയ്യും. വോട്ട് ബോയിലിംഗ് ഇസ് ദെയർ. അതിനുശേഷമാണ് കൂളിംഗ്. ഓർഗാനിസം 2 ടൈപ്സ് ഉണ്ട്. ഐ വിൽ ടെൽ. ബിയർ പ്രോസസ് മനസ്സിലായില്ല, ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അപ്പൊ ഈ മാൾട്ടിംഗ്, മാഷിംഗ്, മില്ലിംഗ്, വോട്ട്, ഈ ടേംസ് ഒക്കെ ബിയറുമായിട്ട് റിലേറ്റഡ് ആണ്. മാൾട്ടിംഗ് മീൻസ് പാർഷ്യൽ ജെർമിനേഷൻ ഓഫ് ഗ്രെയിൻ. അങ്ങനെ മാൾട്ട് ചെയ്ത് വരുന്ന ഗ്രെയിൻ ആണ് നമ്മൾ ഗ്രീൻ മാൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ. ലോട്ടറിംഗ് പറഞ്ഞാൽ ഐ ടോൾഡ് യു, നമുക്ക് ബോയിൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഗ്രെയിൻസ് സെപ്പറേറ്റും മേളിലെ ലിക്വിഡ് സെപ്പറേറ്റും വരും. ആ സോളിഡ് മാറ്റി ലിക്വിഡ് തന്നെ സെപ്പറേറ്റ് ചെയ്ത് വോട്ടിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നതാണ് ലോട്ടറിംഗ് എന്ന് പറയുന്നത്. മാഷിങ്ങിന് അടുത്തുള്ളതാണ് ലോട്ടറിംഗ്. മനസ്സിലായോ? ആ ഗ്രെയിൻസും മെയിനിലെ വോട്ടും സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നതാണ് ലോട്ടറിംഗ്. Mashing, it is treating the malt with water and heating. You need the entire process or just from mashing? Wort, WORT. ഇതാണ് വോർട്ട് കേട്ടോ. അതായത് നമ്മൾ ബാർലി എടുക്കുക, ബാർലിനെ നമ്മൾ പാർഷ്യലി ജെർമിനേറ്റ് ചെയ്യാൻ വെക്കും, സ്പ്രൗട്ട് ചെയ്യും. അതിനാണ് മാൾട്ടിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്ത് കിട്ടുന്ന സാധനമാണ് മാൾട്ട്. ഈ മാൾട്ടിനെ നമ്മൾ മില്ല് ചെയ്ത് പിന്നെ ഹോട്ട് വാട്ടറിൽ ബോയിൽ ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് മാഷിംഗ്. അതിനുശേഷം we will separate the liquid and the grains, and the top liquid is called as wort. മനസ്സിലായോ? ആ അങ്ങനെ ബോയിൽ ചെയ്ത് മാൾട്ട് ബോയിൽ ചെയ്ത് മാഷിംഗ് നടക്കും. അതിനുശേഷം സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന ലിക്വിഡ് ആണ് വോട്ട്. ആ സെപ്പറേഷൻ പ്രോസസ് ആണ് ലോട്ടറിംഗ്. ആ വോട്ടിലേക്ക് we will add hops. ഹോപ്സ് ആഡ് ചെയ്ത് ബോയിൽ ചെയ്യും. ദാറ്റ് ഇസ് ബ്രൂയിങ്. അങ്ങനെ ബോയിൽ ചെയ്ത സാധനം കൂൾ ചെയ്യും. അതിലേക്ക് ഈസ്റ്റ് ആഡ് ചെയ്യും. ഈസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ ഫെർമെന്റേഷൻ നടക്കും. പിന്നെ മച്ചുറേഷൻ ആൻഡ് കണ്ടീഷനിങ്. അത്രേ ഉള്ളൂ. അപ്പൊ ഇനീഷ്യലി നമ്മൾ മാൾട്ടിങ്ങിന് ശേഷം കിട്ടുന്ന ആ ബാർലിക്കാണ് ഗ്രീൻ മാൾട്ട് എന്ന് പറയുന്നത്. സോ മാഷിംഗ് മീൻസ് ട്രീറ്റിംഗ് ദ മാൾട്ട് വിത്ത് വാട്ടർ ആൻഡ് ഹീറ്റിംഗ്. മാഷിങ്ങിന് ശേഷം നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് വോട്ട്. ഈ വോട്ടിലേക്ക് വി ആർ ആഡിങ് ഹോപ്സ്. ഹോപ്സ് ആർ ഫ്ലവേഴ്സ് ഓഫ് ദ പ്ലാന്റ് ഹ്യൂമുലസ് ലൂപ്പുലസ്. ഈ ബിയറിന്റെ ബിറ്റർനെസ് അല്ലെ കയ്പ് വരുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഭാഗമാണ് ഹോപ്സ്. ഹോപ്സില് it contains 2 types of acids, humulons and lupulons. Alpha and beta, humulons and lupulons. They provide bitterness, color and flavor to the beer.
നിങ്ങൾ ഗൂഗിളിൽ ഹോപ്പ് ഫ്ലവർ അല്ലെ ഹ്യൂമിലസ് ലൂപ്പിലസ് എന്ന് അടിച്ചു നോക്കിയാൽ യു ക്യാൻ സീ ദാറ്റ് ഫ്ലവർ. അതാണ് ബിയർ മാനുഫാക്ചറിൽ മെയിനായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത്. അത് ആഡ് ചെയ്തിട്ട് ബോയിൽ ചെയ്യുന്നതിനാണ് ബ്രൂയിങ് എന്ന് പറയുന്നത്. യു ഗോട്ട് ആൻ ഐഡിയ ഓഫ് ബിയർ? So these are the terms you have to learn in beer. The process fermentation സമയത്ത് we'll add yeast, right? The process of adding yeast is called as pitching. Then the product after fermentation. Humulus lupulus എന്ന പ്ലാന്റിന്റെ ഫ്ലവർ ആണ് we are adding. ആ ഫ്ലവറിലെ രണ്ട് കമ്പോണൻസ് ആണ് humulus and lupulons. These components give the bitterness, color and flavor. So addition of yeast is called as pitching. Product after fermentation is called as green beer. അതായത് ഇവിടെ നമ്മൾ ഈസ്റ്റ് ആഡ് ചെയ്യും. ഈ പ്രോസസ്സിനാണ് പിച്ചിങ് എന്ന് പറയുന്നത്. ഫെർമെന്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ബിയർ ആണ് ഗ്രീൻ ബിയർ. മറ്റേ ബിയർ എന്ന് പറഞ്ഞാൽ മച്ചുറേഷൻ അല്ലെ കണ്ടീഷനിങ് ശേഷം കിട്ടുന്നതാണ് ഒറിജിനൽ ബിയർ. ഗ്രീൻ ബിയർ എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് നോട്ട് കണ്ടീഷൻഡ് ഓർ മച്ചുവേർഡ് ഓർ ഏജിങ്. ഏജിങ്ങിന് വെക്കാത്ത ബിയർ ആണ് ഗ്രീൻ ബിയർ. മനസ്സിലായോ? ഇമ്മീഡിയറ്റ് ഫെർമെന്റേഷൻ കഴിഞ്ഞത് ഈ പോയിന്റിൽ നമുക്ക് കിട്ടുന്നതാണ് ഗ്രീൻ ബിയർ. അതിനുശേഷം നമ്മൾ അത് ഏജിങ്ങിന് വെക്കും അല്ലെങ്കിൽ മച്ചുറേഷന് വെക്കും ഒരു ശരിക്കുള്ള ഫ്ലേവർ ഡെവലപ്പ് ചെയ്ത ബിയർ കിട്ടാൻ വേണ്ടി. കുടിക്കാം, പക്ഷെ അതിന് ടേസ്റ്റും ഒന്നും കാണില്ല. ബിയറിന്റെ കൺസിസ്റ്റൻസി ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നും ഉണ്ടാവില്ല. Then a defect in beer is called Sarcina sickness എന്ന് കേട്ടിട്ടുണ്ടോ? Sarcina sickness is the sickness, it is a defect in beer. അത് കേൾക്കുമ്പോൾ നമ്മൾ വേറെ എന്തോ അസുഖമാണെന്ന് വിചാരിക്കരുത്. ഇറ്റ് ഇസ് എ ഡിഫക്ട് ഇൻ ബിയർ. നേരത്തെ പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ആ ബിയറുമായിട്ട് കണക്ട് ചെയ്യില്ല ഓപ്ഷൻസ് കാണുമ്പോൾ. ക്ലിയർ? So Sarcina sickness is a defect in beer. It is caused by Pediococcus cerevisiae and same തന്നെയാണ് Streptococcus damnosus. Tanu, this is a class for Kerala PSC, not UGC. I'll be taking in Malayalam in between. It is a spoilage in beer. So brewer's yeast is called Saccharomyces cerevisiae. ബിയർ തന്നെ ടോപ്പ് ഫെർമെന്റഡ് ബിയറും ഉണ്ട്, ബോട്ടഡ് ഫെർമെന്റഡ് ബിയറും ഉണ്ട്. ടോപ്പ് ഫെർമെന്റേഷൻ ആണ് എയിൽസ് എന്ന് പറയുന്നത്. ബോട്ടം ഫെർമെന്റഡ് വൺസ് ആർ കോൾഡ് ലാഗേഴ്സ്. I have given the list finally, you can see that. Top fermentation or organism Saccharomyces cerevisiae ellipsoides. Bottom fermentation ആണ് Saccharomyces cerevisiae carlsbergensis. Bottom fermented beers ആണ് കൂടുതലും ഉള്ളത്. Carlsbergensis is used in bottom fermentation or lager production. Clear? So what is pitching? Pitching is called yeast addition. Then green beer, it is a product immediately after fermentation or without maturation. Then Sarcina sickness is a spoilage or a defect in beer. Then it is caused by Streptococcus damnosus, and brewer's yeast is called Saccharomyces cerevisiae. These are the points to be studied in beer. Now we'll move on to wine. Wine process, I think you all know. We'll harvest the grapes, then we'll extract the juice, keep it for fermentation, keep in pressure or weight so that all the juice comes out, followed by filtration, removing that solid particles, and we'll take the liquid ones. Aging is maturation, bottling and consumption. Clear അല്ലേ? വീട്ടിൽ വൈനൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളവർക്ക് അറിയാം. ഗ്രേപ്സ് എടുക്കുക, ജ്യൂസ് എക്സ്ട്രാക്ട് ചെയ്യുക, ഫെർമെന്റേഷൻ, പ്രഷർ കൊടുക്കുക, ഫിൽട്ടർ ചെയ്യുക, പിന്നെ നമ്മൾ ഭരണിയിൽ മാറ്റി വെക്കും. That is wine production. Clear, right?
ഫെർമെന്റേഷന്റെ സമയത്ത് we'll add it. It depends. Is it stuck for everyone? Mario? Okay. Okay, I want. So wine production, അത് ഞാൻ റീലോഡ് ചെയ്തതാ ഇപ്പോ. Now it is clear, right? Okay അല്ലേ? So wine production വേറെ ഒന്നുമില്ല, ഇതെങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി I gave a diagram. Exam point of view, it is not important. Okay. Is voice breaking for everyone? Okay. So grapes we are using with this vinifera. Then wine le varuna oru term aanu must. The juice along with the solid particles obtained after crushing. Are you seeing the slides? Okay. So in crushing in shesham, we'll take the grapes, we'll crush it. അതായത് ജ്യൂസ് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി ആ ക്രഷിങ്ങിന് ശേഷം the juice along with the solid particles is called as must. This is called must. അപ്പൊ must is coming in processing of wine. What is coming in the processing of beer? മാറിപ്പോരുത്. മനസ്സിലായോ? What is coming in case of beer? Must is coming in case of wine. ഇനി ഇതിന്റെ അകത്തെ ആ മസ്റ്റിന്റെ അകത്തെ സോളിഡ് പോർഷൻ മാത്രമാണ് പൊമൈസ് എന്ന് പറയുന്നത്. Clear? So the indigenous microflora present in the grapes or fruit is called as bloom. And usually microbe, if we are adding, then Saccharomyces cerevisiae or ellipsoides is added in case of this wine preparation. Industrially, sometimes they add. Okay. So these terms you just learn. Okay, what is must, what is pomace, what is bloom. അതായത് നമ്മൾ അഡീഷണൽ ആഡ് ചെയ്യാതെ നാച്ചുറലി നമ്മളിപ്പോ എടുക്കുന്ന ഗ്രേപ്സിൽ പ്രസന്റ് ആയിട്ടുള്ള മൈക്രോഫ്ലോറയ്ക്കാണ് ബ്ലൂം എന്ന് പറയുന്നത്. മനസ്സിലായോ? വൈറ്റസ് വിനിഫറ ഗ്രേപ്സ് യൂഷ്വലി വൈൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. വൈനിൽ ബോട്ടം ഫെർമെന്റേഷൻ ടോപ്പ് ഫെർമെന്റേഷൻ ഇല്ല, ബിയറിലാണുള്ളത്. പിന്നെ വൈനിൽ നിങ്ങൾ പഠിക്കേണ്ട വേറൊരു ടേം മാലോലാക്ടിക് ഫെർമെന്റേഷൻ. അതായത് വൈനിൽ നോർമൽ ഫെർമെന്റേഷൻ നടക്കും, അതിനുശേഷം മാലിക് ആസിഡ് ഉണ്ടല്ലോ, ദിസ് മാലിക് ആസിഡ് വിൽ ബി കൺവേർട്ടഡ് ടു ലാക്ടിക് ആസിഡ്. മനസ്സിലായോ? ആൻഡ് ഡ്യൂറിങ് ദിസ് പ്രോസസ് ഹേസിനെസ് അല്ലെ ക്ലൗഡിനെസ് ഉണ്ടാവും. അപ്പൊ വൈൻ്റെ ക്ലാരിറ്റി പോവും. യൂഷ്വലി അത് നമ്മൾ അതായത് നോർമൽ ഫെർമെന്റേഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ ബോട്ടിൽ ചെയ്യുന്നത്. ആ ബോട്ടിലിംഗിന് ശേഷമാണ് ഈ മാലോലാക്ടിക് ഫെർമെന്റേഷൻ പൊതുവെ നടക്കുന്നത്. അപ്പൊ അതിൽ മാലിക് ആസിഡ് ഇസ് കൺവേർട്ടഡ് ടു ലാക്ടിക് ആസിഡ്. അതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ വൈനിൽ ഹേസിനെസ് ഉണ്ടാവും. മാലിക് ആസിഡ് ലാക്ടിക് ആസിഡ് ആയിട്ട് കൺവേർട്ടഡ് ആവും. അപ്പൊ അത് ക്ലൗഡിനെസ്, അതിന്റെ വൈൻ്റെ ക്ലാരിറ്റി പോകും, ക്ലൗഡി ആയിട്ടിരിക്കും. അപ്പൊ പ്രോഡക്റ്റിന് സെൻസറി ക്വാളിറ്റി കുറയില്ലേ? അപ്പൊ കൊമേഴ്ഷ്യലി അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കൊമേഴ്ഷ്യൽ ഇൻഡസ്ട്രിയൽ ആൾക്കാര് ആപ്പിളിലുള്ള ഒരു ആസിഡാണ് മാലിക് ആസിഡ്. ഗ്രേപ്സിൽ മാലിക് ആസിഡ്, ടാറ്റാറിക് ആസിഡ്, സിട്രിക് ആസിഡ് ഉണ്ട്. മനസ്സിലായോ? നിങ്ങൾ ആപ്പിളിലുള്ള ആസിഡാണ് മാലിക് ആസിഡ് എന്ന് പഠിക്കുമ്പോഴത്തേക്ക് അത് ആപ്പിളിൽ മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിച്ച് വെക്കരുത്. മനസ്സിലായോ? ആപ്പിളിൽ പ്രൊമിനന്റ് ആയിട്ട് കാണും. അതാണ് ഞാൻ പറഞ്ഞ എക്സാമ്പിൾസ് തരുമ്പോൾ നിങ്ങൾ അത്രയോ ഉള്ളൂ എന്ന് ഡോണ്ട് സ്റ്റിക്ക് ഓൺ ടു ദാറ്റ് ഓൺലി. ദർ വിൽ ബി അതേഴ്സ്. സോ അപ്പൊ ഇൻഡസ്ട്രിയിൽ അവർ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ബോട്ടിലിങ്ങിന് മുന്നേ തന്നെ അവർ ഈ മാലോലാക്ടിക് ഫെർമെന്റേഷൻ ഇനീഷ്യേറ്റ് ചെയ്യും. അതായത് അതിന് ഉപയോഗിക്കുന്ന ഓർഗാനിസം ആണ് ല്യൂക്നോസ്റ്റോക്ക് ഈനോസ്. ഈ ഓർഗാനിസത്തിനെ ആഡ് ചെയ്ത് അവർ മാലോലാക്ടിക് ഫെർമെന്റേഷൻ ഇനീഷ്യേറ്റ് ചെയ്ത് ആ ഹേസിനെസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി.
You can't hear. Many people cannot hear. ഇപ്പൊ കേക്കാവോ? Is it clear for everyone? സോ അപ്പൊ നിങ്ങൾക്ക് മാലോലാക്റ്റിക് ഫെർമെന്റേഷൻ മനസ്സിലായോ? നോർമൽ ഫെർമെന്റേഷൻ കഴിഞ്ഞിട്ട് മാലിക് ആസിഡിനെ കൺവേർട്ട് ചെയ്യുന്നതാണ് മാലിക് ആസിഡ് ടു ലാക്ടിക് ആസിഡ് ഇസ് കോൾഡ് മാലോലാക്റ്റിക് ഫെർമെന്റേഷൻ. സോ അതൊരു ഡിഫക്റ്റ് ആയിട്ട് വരും. വോയിസ് കേൾക്കുന്നില്ല. I cannot do. I don't know what happened. I refreshed many times. Clear for everyone? ഞാൻ കുറെ വട്ടം റിഫ്രഷ് ചെയ്തു. ഇനി എനിക്കറിയില്ല എന്താ പറ്റിയെന്ന്. ഓക്കെ, സോ അതിനു വേണ്ടി മാലോലാക്റ്റിക് ഫെർമെന്റേഷൻ നേരത്തെ ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓർഗാനിസം ആണ് ല്യൂക്കനോസ്റ്റോക് ഈനോസ്. So, and you have to learn Tournai is a defect in wine. Spoilage in wine. Wine excess acid production എന്ന് പറയുന്നതാണ് Tournai. Wine spoilage is mainly due to Decara or Brettanomyces. Saccharomyces cerevisiae are ellipsoides. Grape അതായത് wine preparation usually industrially add ചെയ്യുന്ന organism. So, malolactic fermentation is related to wine, and the spoilage in wine is called Tournai. Then it is caused by Decara or Brettanomyces. Random same തന്നെയാണ്. Wine spoilage. So Tournai is a spoilage in wine. Sarcina sickness is a spoilage in Sarcina sickness. It is not audible for you. ഞാൻ 9 മണി വരെയാണ് വെച്ചത്. കുറച്ചും കൂടെ ഉള്ളൂ. കുഴപ്പമില്ലല്ലോ. Let me continue. So understand, Tournai spoilage in wine is called as Tournai, and it is caused by Decara or Brettanomyces. So this is the alcohol content in wine as per FSSA. It should be 7 to 15.5%. ല്യൂക്കണോസ്റ്റോക്ക് പറഞ്ഞ കാര്യം, മാലോലാക്റ്റിക് ഫെർമെന്റേഷൻ നേരത്തെ ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി കൊമേഴ്ഷ്യലി യൂസ് ചെയ്യുന്ന ഓർഗാനിസം ആണ് ല്യൂക്കണോസ്റ്റോക്ക് ഈനോസ്. അതായത് ബോട്ടിലിംഗിന് മുന്നേ തന്നെ അവർ ഈ ഓർഗാനിസത്തിന് ആഡ് ചെയ്യും. അപ്പൊ അതിന് മാലിക് ആസിഡ് ലാക്ടിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ആവും. ആ ഹേസിനെസ് അപ്പൊ അവർക്ക് ക്ലിയർ ചെയ്തിട്ട് ബോട്ടിൽ ചെയ്യാം. ഓക്കെ, so as per FSSAI, the ethyl alcohol content in wine is 7 to 15.5%. In beer, if it is normal regular, it is 0.5 to 5% alcohol. If it is strong beer, 5 to 8% alcohol. These are the FSSAI standards for, or FSSAI regulations for wine and beer ethyl alcohol content. Now we'll see the alcoholic content of these drinks: brandy, rum, gin, whiskey, vodka, and Feni. Brandy is made from fruit juices, mainly grapes. I will say what is it later on. I have added it. So, നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, brandy, rum, gin, whiskey, vodka ലൊക്കെ alcohol content 36 to 50% ആണ് as per FSSAI. എല്ലാം ഒന്നായതുകൊണ്ട് പഠിക്കാൻ എളുപ്പമുണ്ട്. 36 to 50%. സ്ലൈഡ് മാറുന്നില്ല. ഞാൻ ഒന്നും കൂടെ റീഫ്രഷ് ചെയ്ത് നോക്കാം. കാണാവോ? റേഞ്ച് പ്രോബ്ലം ഉണ്ടാവും. എനിക്ക് ഇവിടെ എന്തായാലും റേഞ്ച് ഉണ്ട്.
അപ്പൊ FSSA അനുസരിച്ച് നിങ്ങൾ വൈൻ്റെ കണ്ടായിരുന്നോ? വൈൻ്റെ ആൽക്കഹോൾ കണ്ടന്റ് 7 to 15.5%, ബിയറിന്റെ 5 to 8 സ്ട്രോങ് ആണെങ്കിൽ റെഗുലർ ആണ് 0.5 to 5%. അപ്പൊ ഓർത്താൽ മതി ബിയറിന്റെ ഡബിൾ ആൽക്കഹോൾ കണ്ടന്റ് ഓൾമോസ്റ്റ് വൈനിൽ കാണും. ഇനി ദീസ് ആർ ദ ആൽക്കഹോളിക് ഡ്രിങ്ക്സ്: ബ്രാൻഡി, റം, ജിൻ, വിസ്കി, വോഡ്ക. ഇതിലൊക്കെ ആൽക്കഹോൾ കണ്ടന്റ് 36 to 50%. അതേസമയം ഫെനി വി ഒബ്റ്റെയിൻ ഫ്രം കാഷ്യൂ ഓർ കോക്കനട്ട്, അതിൽ 19 to 43%. ഇത് മാത്രമേ ഇതിൽ വ്യത്യാസമുള്ളൂ, ബാക്കിയെല്ലാം 36 to 50, ഫെനി മാത്രം 19 to 43. യൂഷ്വലി നിങ്ങൾ 36 to 50 പഠിച്ചു വെച്ചാൽ മതി. ഇതിനെല്ലാത്തിനും ഓർമ്മ ആയതുകൊണ്ട് പിന്നെ ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് ഈസി ടു ലേൺ. ആൻഡ് വൈൻ്റെ ആൽക്കഹോൾ കണ്ടന്റ് പകുതിയായിരിക്കും ബിയറിൽ. ആ റേഞ്ച് അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. So these are some of the notes I have collected from question papers. So rice beer, Sonti is called as rice beer. ഇതൊക്കെ പല പല രാജ്യങ്ങളിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പൊ റൈസ് ബിയറിന് അവര് സോണ്ടി എന്ന് പറയും. യെല്ലോ റൈസ് ബിയർ is called as സേക്ക്. Then red rice beer is called as Angkhak. In one of the classes I have given Angkhak is being fermented by which one microbe? Monascus purpureus. Do you remember? So high alcohol beer is called as bock beer. Wine with അല്ലെങ്കിൽ beer with no carbon dioxide, it is called still wine. Where there is no sugar, അതായത് sugar is completely converted to alcohol, such wines are called as dry wine. Then brandy is a distilled wine. Whiskey, rum, അതൊക്കെ distilled liquor. Perry means it is wine prepared from pear juice. നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ബ്രാൻഡി വിസ്കിയുടെ ഒക്കെ. ബ്രാൻഡിയുടെ റോ മെറ്റീരിയൽ ഫ്രൂട്ട്സ് തന്നെയായിരിക്കും. ഇതൊക്കെ ആഡ് ചെയ്ത് വൈനെ നമ്മൾ ഡിസ്റ്റിൽ ചെയ്ത് ആൽക്കഹോൾ കണ്ടന്റ് കൂട്ടുന്നതാണ് ബ്രാൻഡി. വിസ്കി എന്ന് പറഞ്ഞാൽ അതിന്റെ ബേസ് മെറ്റീരിയൽ ഗ്രെയിൻസ് ആയിരിക്കും. ബാർലി, സിറിയൽസ് ആയിരിക്കും അതിന്റെ ബേസ് മെറ്റീരിയൽ. അത് ബിയർ പോലെ ആക്കിയിട്ട് അതിനെ നമ്മൾ ഡിസ്റ്റിൽ ചെയ്ത് ആൽക്കഹോൾ കണ്ടന്റ് കൂട്ടുന്നതാണ് വിസ്കി. ബിയറിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് പെറി എന്നാണ് അറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് ഗിവൻ ഇൻ FSSA. Then top fermented beer is called as ale. Bottom fermented beer is called as lagers. Then wine from honey is called mead. Wine from apple is called cider. Wine from pear is called perry. Wine from sugar, that is from, okay, raw material of rum is sugarcane. Raw material of beer is barley. Raw material of wine is grapes. And gin is prepared. Gin എന്ന് പറഞ്ഞതിൽ അതില് ഫ്ലേവർ കൊടുക്കുന്ന സാധനമാണ് juniper berries. So some 17 points you have to remember regarding alcoholic beverages. So these two tables will help you, I think, from most of the questions regarding alcoholic beverages. You understood? So what is tea? What is coffee? What is cocoa? Idile points it is clear for you, right? Then processing lo varna terms. Then alcoholic beverages le wine preparation le varna terms ഏതൊക്കെയാണ്? Must, pomace, bloom, അതുപോലെ wort in malting, mashing ഒക്കെ beer preparation ലാണ്. Then alcohol content വരുമ്പോൾ wine alcohol content of beer and alcohol content of this brandy, whiskey, rum, fenny, everything. And you have to learn the raw material of wine is grapes, beer is barley, rum is sugarcane. പിന്നെ ഇങ്ങനെ ഓരോ പ്രൊഡക്റ്റ് ചെയ്യുന്നത് ഹണി എന്നുള്ള വൈനിന്റെ പേര്, വൈൻ ഫ്രം ആപ്പിൾ, വൈൻ ഫ്രം pear. These specific names you have to learn. Clear? These last two slides you have to learn properly. Table can you see? ആ ടേബിൾ സ്ലൈഡാണ് ഞാൻ വെച്ചിരിക്കുന്നത്.
It's like which among the following is rice beer? Understand? Or which among the following is a distilled wine? Upper distilled wine ചോദിക്കുമ്പോൾ you will have options like brandy, whiskey, rum. So distilled wine is only brandy. Clear ആണോ? Okay, alcohol content in the table, this one. Wine and beer I have given here. ബാക്കി more spirit containing or alcohol drinks ആണിത്. 36 to 50% ആണ് FSSAI വഴി എല്ലാത്തിലും. So beverages topic is almost clear, right? ഓരോ ടീയുടെയും കോഫിയുടെ ഒക്കെ ലാസ്റ്റ് സ്ലൈഡിൽ I have given the points to be learned in that thing. And final two slides, some 17 points I have given regarding objective type of like what is bock beer, what is still wine, anganate. Okay, fine. So many people had network issues today. I don't know. 20, 25, 29 slides only, but we have covered tea, cocoa, coffee and beverages. ഇന്നത്തെ എല്ലാ പോയിന്റ്സും ഞാൻ ഒബ്ജക്റ്റീവ് കണ്ട പോയിന്റ്സ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, മഴയാണോ പ്രശ്നം നെറ്റ്വർക്ക്? അപ്പൊ ഞാൻ മറ്റത്തില് രാത്രിയിൽ എടുത്താൽ കുഴപ്പമുണ്ടോ? ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. ഒമ്പത് തൊട്ട് നെറ്റ് ഇഷ്യൂസ് ആണല്ലേ? ഞാൻ